PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മാസം CSEB ജൂനിയർ ക്ലർക്ക് എക്സാം, അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം, ഖാദി ബോർഡ് JCI ഓർ കേസ്കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് എക്സാം ഒക്കെ നടക്കാൻ പോവുകയാണ്. നമ്മളിൽ പലരും മുമ്പത്തെ കേരള ബാങ്ക് ക്ലർക്ക് എക്സാം അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം എഴുതിയവരാണ്. ആ എക്സാമുകളുടെ ആദ്യ സിലബസ് തന്നെയാണ് കേസ്കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് ഓർ ഖാദി ബോർഡ് JCI എക്സാമിന് വരുന്നത്. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കാണാൻ കേരള ബാങ്ക് ക്ലർക്ക് എക്സാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേസ്കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് ഓർ ഖാദി ബോർഡ് JCI എക്സാമിൻ്റെ സിലബസിലെ ബാങ്കിങ്ങിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ സിലബസിൽ വരുന്ന ടോപ്പിക്കുകളെല്ലാം CSEB എക്സാമിനും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. ഒന്നാമത്തെ ചോദ്യം, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. ഉത്തരം 27 ജാനുവരി 1921. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ പോയിന്റുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1921 ജനുവരി 27-നാണ്. നമുക്കറിയാം, പ്രസിഡൻസി ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. പ്രസിഡൻസി ബാങ്കുകൾ എന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകളെയാണ് പ്രസിഡൻസി ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇവ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് 1921 ജനുവരി 27-ന് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു മുംബൈ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോംഡ് ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വിത്തൗട്ട് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ. ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. 1935 വരെ ഇത് ഒരു ക്വാസി സെൻട്രൽ ബാങ്കായിട്ട് ആക്ട് ചെയ്തിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷമാണ് 1935. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI വരുന്നത് വരെ RBIയുടെ ഫങ്ഷൻസ്, RBIയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഓൺ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഓൺ. ഉത്തരം 1 ജൂലൈ 1955. 1955 ജൂലൈ 1-ന് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുകയും പേര് മാറ്റുകയും ചെയ്തു. പിന്നീട് മാറ്റിയ പേരാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത് SBI ആയി മാറിയത്. അപ്പോൾ SBI നിലവിൽ വന്ന വർഷമാണ് 1955 ജൂലൈ 1. SBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1955 ജൂലൈ 1-നാണ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ ഗോർവാല കമ്മിറ്റി. ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദി ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഉത്തരം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്. ഇങ്ങനെ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം SBI ആണ്. SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. നമ്പർ ഓഫ് ATMൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ നമ്പർ ഓഫ് ബ്രാഞ്ചസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ബാങ്ക് SBI ആണ്. അതുപോലെ ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് കൂടിയാണ് SBI. ഇൻ ഡാഷ് ദ ഗവൺമെൻറ് പാസ്ഡ് ദ SBI സബ്സിഡിയറി ബാങ്ക്സ് ആക്ട്. ഇൻ ഡാഷ് ദ ഗവൺമെൻറ് പാസ്ഡ് ദ SBI സബ്സിഡിയറി ബാങ്ക്സ് ആക്ട്. ഉത്തരം 1959. 1959-ലാണ് SBI സബ്സിഡിയറി ബാങ്ക്സ് ആക്ട് ഗവൺമെൻറ് പാസ്സാക്കിയത്. ഈ ആക്ട് അനുസരിച്ച് 8 ബാങ്കുകൾ
SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായിട്ട് മാറി. ഏതൊക്കെയാണ് 8 ബാങ്കുകൾ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ. ഈ 8 ബാങ്കുകളാണ് SBIയുടെ അസോസിയേറ്റ് ബാങ്കുകൾ. The first chairman of SBI was ഉത്തരം ഡോക്ടർ ജോൺ മത്തായി. മലയാളിയായിരുന്നു. SBIയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ ജോൺ മത്തായി. Pure banking nothing else is related with ഉത്തരം SBI. SBIയുടെ ടാഗ് ലൈനാണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നത്. ഇതുകൂടാതെ SBIയുടെ സ്ലോഗൻസ് വേറെയുണ്ട്. നാഷൻ ബാങ്ക് ഓണേഴ്സ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, എ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ. ഇതെല്ലാം SBIയുടെ സ്ലോഗൻസ് ആണ്. നാഷൻ ബാങ്ക് ഓണേഴ്സ്, ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ, എ ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ. Farm graduate scheme was introduced by SBI in ഉത്തരം 1969. 1969 SBI ഫാം ഗ്രാജുവേറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ധനസഹായം, അതുപോലെ കാർഷിക വികസനം ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി SBI കൊണ്ടുവന്നൊരു സ്കീമാണ് ഫാം ഗ്രാജുവേറ്റ് സ്കീം. SBI ഫാം ഗ്രാജുവേറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് 1969. ഇക്വിറ്റി ഫണ്ട് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ SBI in ഉത്തരം 1978. SBI ഇക്വിറ്റി ഫണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1978. ഒരു പുതിയ സംരംഭകന് ആവശ്യമുള്ള ഇക്വിറ്റി ഫണ്ട് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇക്വിറ്റി ഫണ്ട് സ്കീമിൻ്റെ ലക്ഷ്യം. SBI ഇക്വിറ്റി ഫണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്തത് 1978. SBI മെർച്ചൻ്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത് 1972-73. അതുപോലെ 1998 SBI റീസർജൻറ്റ് ഇന്ത്യ ബോണ്ട് അഥവാ RIB ലോഞ്ച് ചെയ്തത്. RIB അല്ലെങ്കിൽ റീസർജൻറ്റ് ഇന്ത്യ ബോണ്ട് SBI കൊണ്ടുവന്ന വർഷം 1998. SBI's integrated digital platform is called ഉത്തരം യോനോ. യോനോ മീൻസ് യു ഓൺലി നീഡ് വൺ എന്നതാണ് യോനോയുടെ ഫുൾ ഫോം. ഇത് SBIയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്, ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. 2017 നവംബർ 24 SBI യോനോ ലോഞ്ച് ചെയ്തത്. 2017 നവംബർ 24 SBI അവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്പായിട്ടുള്ള യോനോ ലോഞ്ച് ചെയ്തത്. The first woman chairperson of SBI ഉത്തരം അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യത്തെ വുമൺ ചെയർപേഴ്സണാണ് അരുന്ധതി ഭട്ടാചാര്യ. നിലവിൽ SBIയുടെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി അല്ലെങ്കിൽ CS ഷെട്ടി. നിലവിൽ SBIയുടെ ചെയർമാനാണ് ശ്രീ ചല്ല ശ്രീനിവാസലു ഷെട്ടി. 2024 ഓഗസ്റ്റ് 28 അദ്ദേഹം ചാർജ് എടുത്തത്. ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM വാസ് ലോഞ്ച്ഡ് ബൈ ഉത്തരം SBI. ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM ലോഞ്ച് ചെയ്തത് SBI ആണ്. നമ്പർ ഓഫ് ATMൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ് SBI. ഇൻ ഡാഷ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര വാസ് മെർജ്ഡ് വിത്ത് SBI. ഇൻ ഡാഷ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര വാസ് മെർജ്ഡ് വിത്ത് SBI. ഉത്തരം 2008. 2008 ഓഗസ്റ്റിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBIയിൽ മെർജ് ചെയ്തത്. നേരത്തെ നമ്മൾ 8 അസോസിയേറ്റ് ബാങ്കുകളെക്കുറിച്ച് പഠിച്ചു. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ,
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ. ഈ അസോസിയേറ്റ് ബാങ്കുകളുടെ എസ് ബി ഐയിലേക്കുള്ള മെർജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. മെർജിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് എസ് ബി ഐ, ഇത് വേറെ തന്നെ ടോപ്പിക്ക് സിലബസിൽ വരുന്നതാണ്. 1963 ഈ ആദ്യത്തെ 2 ബാങ്കുകൾ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ മെർജ് ചെയ്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ എന്നൊരു ഒറ്റൊരു ബാങ്കായിട്ട് മാറി. 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര എസ് ബി ഐയിൽ മെർജ് ചെയ്തു. 2009 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ എസ് ബി ഐയിൽ മെർജ് ചെയ്തു. ഇൻ ജൂൺ 2009 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ വാസ് മെർജ്ഡ് വിത്ത് എസ് ബി ഐ. അപ്പോൾ നിലവിൽ ഇനി 5 അസോസിയേറ്റ് ബാങ്കുകളേ ഉള്ളൂ. ഈ 5 അസോസിയേറ്റ് ബാങ്കുകളും 2017 ഏപ്രിൽ 1 എസ് ബി ഐയിലേക്ക് മെർജ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഈ 5 ബാങ്കുകൾ, 5 അസോസിയേറ്റ് ബാങ്കുകൾ എസ് ബി ഐയിൽ മെർജായ വർഷമാണ് 2017 ഏപ്രിൽ 1. അസോസിയേറ്റ് ബാങ്കുകളെ കൂടാതെ മറ്റ് ചില ബാങ്കുകളും എസ് ബി ഐയിൽ മെർജ് ചെയ്തിട്ടുണ്ട്. 2017 തന്നെയാണ് ഭാരതീയ മഹിളാ ബാങ്ക് എസ് ബി ഐയിൽ മെർജ് ചെയ്തത്. 1969 ബാങ്ക് ഓഫ് ബീഹാർ എസ് ബി ഐ അക്വയർ ചെയ്തു. അതുപോലെ 1970 ബാങ്ക് ഓഫ് ലാഹോർ, 1975 കൃഷ്ണറാം ബൽദേവ് ബാങ്ക് എസ് ബി ഐയിൽ ലയിപ്പിച്ചു. ബാങ്ക് ഓഫ് കൊച്ചിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലേക്ക് മെർജ് ചെയ്ത വർഷം 1985. 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര എസ് ബി ഐയിൽ മെർജ് ചെയ്തു. 2009 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ എസ് ബി ഐയിൽ മെർജ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഈ 5 അസോസിയേറ്റ് ബാങ്കുകൾ എസ് ബി ഐയിൽ മെർജായ വർഷമാണ് 2017 ഏപ്രിൽ 1. ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് എസ് ബി ഐ. ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. അടുത്ത ടോപ്പിക്ക് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്. സോഷ്യൽ കൺട്രോൾ വാസ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് വാസ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ഉത്തരം 14 ഡിസംബർ 1967. 1967 ഡിസംബർ 14 സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൊണ്ടുവന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ആൻഡ് സ്ട്രിക്റ്റർ കൺട്രോൾ ഓവർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി അറ്റ് ലാർജ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. നാഷണലൈസേഷനും സോഷ്യൽ കൺട്രോളും രണ്ടും രണ്ടാണ്. നാഷണലൈസേഷനിൽ ഓണർഷിപ്പും കൺട്രോളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. എന്നാൽ സോഷ്യൽ കൺട്രോളിൽ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, പക്ഷേ ഓണർഷിപ്പ് പ്രൈവറ്റ് ഹാൻഡ്സ് തന്നെ ആയിരിക്കും. 1967 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന കോൺസെപ്റ്റ് ഉടലെടുത്തത്. ഇത് അപ്രൂവ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്, ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1967 ഡിസംബർ 14. The National Credit Council was set up in ഉത്തരം 1968. 1968 ഫെബ്രുവരിയിലാണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്തത്. അതായത് ബാങ്കുകളിൽ സോഷ്യൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന്, സോഷ്യൽ കൺട്രോൾ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഗവൺമെൻറ് 2 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എടുക്കുകയുണ്ടായി. അതിലൊന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ്. രണ്ടാമത്തേത് ദ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1968. നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്തത് 1968 ഫെബ്രുവരിയിലാണ്. ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1968 പ്രാബല്യത്തിൽ വന്നത് 1969 ഫെബ്രുവരി 1. ബാങ്കുകളിൽ സോഷ്യൽ കൺട്രോൾ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഗവൺമെൻറ് 2 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എടുത്തു. അതിലൊന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ, അത് വന്നത് 1968 ഫെബ്രുവരിയിലാണ്. രണ്ടാമത്തേത് ദ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1968.
ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1969 ഫെബ്രുവരി 1-നാണ്. നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നത് ഫിനാൻസ് മിനിസ്റ്ററും വൈസ് ചെയർമാനായിരുന്നത് RBI ഗവർണറുമാണ്. എൻഷുറിംഗ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി, പ്രൊവൈഡിംഗ് ഗൈഡ്ലൈൻസ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടർ, അസസിംഗ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് റിക്വയർഡ് ഫോർ ദ എക്കണോമി ആസ് എ ഹോൾ. ഇതൊക്കെയാണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നത്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ 3ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിംഗ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് SBI, സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, സർക്കംസ്റ്റാൻസസ് ലീഡിംഗ് ടു സോഷ്യൽ കൺട്രോൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ, ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.